ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പോലീസിന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ഇനിയൊരു കുടുംബത്തിനും ഈ ഗതി വരരുത് എന്ന് ദീപകിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. അതൊരു കുട്ടി എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതോടെ അതാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതുണ്ടായിക്കോട്ടെ. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്ക്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദന. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി. നിഖിൽ, മൊഴിയെടുപ്പ് തുടരുകയാണോ? വിവരങ്ങൾ നിഖിൽ. ഉന്മേഷ്, അല്പസമയം മുൻപ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് പോലീസ് പോലീസ് അല്പസമയം മുൻപ് ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. നേരത്തെ BJPയുടെ ഒരു സംഘം, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വീട്ടിലെത്തി ദീപകിന്റെ കുടുംബത്തെ കണ്ടിരുന്നു. അവരിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ കുടുംബത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ വീട്ടിലെത്തി ദീപകിന്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. നിയമപരമായി തന്നെ ആ കുടുംബം മുന്നോട്ട് പോവുകയാണ്. അവരിന്ന് നേരിട്ട് കമ്മീഷൻ ഓഫീസിലെത്തി ഒരു പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോഴും ഒരു പരാതി നിലനിൽക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ വലിയ മെല്ലെപ്പോക്ക് കാണിച്ചു എന്നുള്ളൊരു പൊതുവിമർശനം ഉയരുന്നുണ്ട്. ഇന്നലെ രാവിലെ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 5 മണിയോടുകൂടി അന്വേഷണ സംഘം എത്തിച്ചേരുകയും ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിശദമായി തന്നെ അമ്മയുടെയും അച്ഛന്റെയും അടക്കം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഷ്കറിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ദീപക് തന്റെ വേദന പങ്കുവച്ചിരുന്നത് അഷ്കറുമായാണ്. അഷ്കറാണ് ഈ യുവതി രണ്ടാമത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ദീപകിന് അയച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ അടക്കം അയച്ചു തന്നതിന് ശേഷമുള്ള ദീപകിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ മാനസിക നില എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ദീപക് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഷ്കറിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഈ യുവതിയുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിശദമായി തന്നെ തുടർ നടപടികൾ, അതായത് യുവതിക്കെതിരെ കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ കൂടുതൽ മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ്, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.